പത്രവിശേഷത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ പത്രങ്ങൾ വന്ന വാർത്തകളിൽ ശ്രദ്ധേയമായ വാർത്തകളിലൊന്നാണ് ഈ പാമ്പൻ പാലത്തെക്കുറിച്ച്. നമ്മൾ ഏറെക്കാലമായി കേട്ടിരുന്ന പാമ്പൻ പാലം, അതിന് ചരിത്രപരമായ പ്രാധാന്യമൊക്കെയുണ്ട്. ഇപ്പോൾ ആ പാമ്പൻ പാലം പുതുതായി നിർമ്മിച്ചു. ഏതാണ്ട് 500 കോടി രൂപ ചെലവിലാണ് നിർമ്മിച്ചത്. ഇന്ന് ആ പാലത്തിൻ്റെ ഉദ്ഘാടനമാണ്. അതായത് കപ്പൽ വരുമ്പോൾ ലംബമായി ഉയരുന്ന രാജ്യത്തെ ആദ്യത്തെ കടൽപ്പാലമായ പാമ്പൻ പാലം രാമജയന്തി ദിനമായ ഏപ്രിൽ 6 ഞായറാഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിക്കും. അപ്പോൾ ഉദ്ഘാടനം വലിയ സംഭവമാക്കാനായിട്ട് കേന്ദ്ര സർക്കാർ, റെയിൽവേ ഒക്കെ വലിയ ഒരുക്കങ്ങളാണ് നടത്തിയിട്ടുള്ളത്. ചടങ്ങിൽ രാമേശ്വരത്ത് നിന്ന് താമ്പരത്തേക്കുള്ള പുതിയ തീവണ്ടിയുടെ സർവീസ് പ്രധാനമന്ത്രി ഫ്ലാഗ് ഓഫ് ചെയ്യും. ഈ തീവണ്ടി കടന്നുപോയതിനു ശേഷം പാലത്തിൻ്റെ വെർട്ടിക്കൽ ലിഫ്റ്റ് സ്പാൻ ഉയർത്തി തീരസംരക്ഷണ സേനയുടെ കപ്പൽ അടിയിലൂടെ കടത്തിവിടും. അപ്പം രാമേശ്വരത്തെ വൻകരയുമായി ബന്ധിപ്പിക്കുന്ന പഴയ പാമ്പൻ പാലം ചരിത്രത്തിൽ ഏറെ നിർണായകമായ സ്ഥാനമൊക്കെ നേടിയിട്ടുള്ളതാണ്. അതിനെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ 1911 ആരംഭിച്ച് 1914 പൂർത്തിയാക്കിയതാണ് ഈ പാമ്പൻ പാലം എന്ന് പറയുന്നത്. 1964 രാമേശ്വരത്തുണ്ടായ ചുഴലിക്കാറ്റിൽ പാമ്പൻ പാലം തകരുകയായിരുന്നു. ധനുഷ്കോടിയുടെ ഭാഗങ്ങൾ കടൽ വെള്ളത്തിൽ മുങ്ങി. പിന്നീട് മെട്രോമാൻ എന്നറിയപ്പെട്ട ഈ ശ്രീധരൻ്റെ നേതൃത്വത്തിലുള്ള എഞ്ചിനീയറിംഗ് സംഘമാണ് രാമേശ്വരത്ത് ആ പാലം പുനർനിർമ്മിച്ചത്. അതായത് അതിലൂടെ ട്രെയിൻ കടന്നു പോകുന്നത് ഏതാണ്ട് 10 കിലോമീറ്റർ സ്പീഡോ മറ്റോ അന്നുണ്ടായിരുന്നുള്ളൂ. ആ ട്രെയിൻ അടക്കം വെള്ളത്തിലേക്ക് പോയിരുന്നു. അപ്പം മെട്രോമാനായ ഈ ശ്രീധരൻ തന്നെ ആ കാലമൊക്കെ ഓർത്തെടുക്കുന്നുണ്ട്. അതായത് ബ്രിട്ടീഷ് എഞ്ചിനീയർമാർ കടലിന് കുറുകെ തന്നെ നിർമ്മിച്ച ഒരു എഞ്ചിനീയറിംഗ് അത്ഭുതം എന്നാണ് ഈ പാമ്പൻ പാലത്തെക്കുറിച്ച് പറയുന്നത്. ഇതിൻ്റെ കേടുപാടുകൾ തീർക്കായിരുന്നു എന്നിലുള്ള ഉത്തരവാദിത്വം. ആകെ 146 ഗർഡറുകൾ ഉണ്ടായിരുന്നു. അതിൽ 126 എണ്ണവും കടലിൽ ഒഴുകിപ്പോയി. 2 തൂണുകളും തകർന്നു. അപ്പോൾ കപ്പലുകൾ കടന്നു പോകുന്നതിനുള്ള സംവിധാനമായ ഷെർസർ പാലത്തിനും കേടുപാടുകളുണ്ടായി. അപ്പോൾ തോണിയിൽ പിന്നീട് ഇതിന് മറ്റ് സാമഗ്രികളൊക്കെ അവിടേക്ക് എത്തിച്ചു. ഏറെ റിസ്ക് ആയിരുന്നു എന്ന് പറയുന്നുണ്ട്. റെയിൽവേ ചേരുന്നതിന് മുമ്പ് ഈ ശ്രീധരൻ മുംബൈ പോർട്ടിൽ സബ് എഞ്ചിനീയറായി ജോലി ചെയ്തിരുന്നു. ആ എക്സ്പീരിയൻസ് ഈ പാലത്തിൻ്റെ പുനർനിർമ്മാണത്തിലൊക്കെ അദ്ദേഹത്തെ സഹായിച്ചു എന്നാണ് പറയുന്നത്. പാമ്പൻ പാലത്തിൻ്റെ ഗർഡറുകളെല്ലാം തന്നെ ഇരുമ്പിൻ്റേതായതുകൊണ്ട് തിര വന്നടിച്ചാലൊന്നും അവ നശിച്ചു പോകില്ല. അതുകൊണ്ട് അവ പരിശോധിച്ചപ്പോൾ ഏതാണ്ട് 1.5-2 കിലോമീറ്റർ ദൂരത്തിനുള്ളിൽ സമുദ്രത്തിൻ്റെ അടിത്തട്ടിൽ ഈ ഗർഡറുകൾ കണ്ടെത്തുകയും ചെയ്തു. ഖലാസികളുടെയും മറ്റും സഹായത്തോടെ ഇവ വീണ്ടെടുത്തു. അതിനായി ഫ്ലോട്ടിംഗ് ക്രെയിൻ അവിടെ വെച്ച് തന്നെ ഉണ്ടാക്കി. അപ്പോൾ അന്നത്തെ ആ ഓർമ്മകൾ ഇന്നും ഈ ശ്രീധരൻ്റെ മനസ്സിലിങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ പാമ്പൻ പാലത്ത് വലിയ ശക്തമായ കാറ്റടിക്കുന്നു. ആ കാറ്റടിച്ച് ട്രെയിൻ വെള്ളത്തിൽ പോകുന്നു, പാലം തകരുന്നു. ഏതാണ്ട് 146 ഗർഡറുകളിൽ 125 എണ്ണം ഒഴുകിപ്പോകുന്നു. 2 പാലങ്ങൾ, അതിൻ്റെ തൂണുകൾ ഇത് നശിച്ചു പോകുന്നു. ഇതൊക്കെ വലിയ ഓർമ്മകളാണ്. എന്നിട്ട് ഇത് പുനർനിർമ്മിക്കാനായിട്ട് അന്ന് ഈ ശ്രീധരനെ ഏൽപ്പിക്കുകയാണ്. അന്ന് പറയുന്നത് പാമ്പനിൽ പുതിയൊരു പാലം നിർമ്മിക്കാൻ വേണ്ടിയിട്ട് തന്നെ ചുമതലപ്പെടുത്തുന്നു. ഈ ചുമതലപ്പെടുത്തുന്ന 1964 ഡിസംബർ 23 രാത്രി ഉണ്ടായ ഭീകരമായ ദുരന്തം. അന്നാണ് പാമ്പനെ തകർത്ത ആ ഭീകരമായ തിരയിൽ പാലം നശിക്കുന്നത്. ആ പാലത്തിന് പുതുജീവനേകുക എന്ന വലിയ ദൗത്യം റെയിൽവേയിലെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ തസ്തികയിൽ ജോലി ചെയ്യുമ്പോഴാണ് ഈ ശ്രീധരൻ ലഭിച്ചത്. അപ്പോൾ അന്ന് റെയിൽവേ ബോർഡിലുണ്ടായിരുന്ന GP വാര്യരാണ് ഈ ജോലി എന്നെ ഏൽപ്പിക്കാൻ നിർദ്ദേശിച്ചത്. താരതമ്യേന ചെറുപ്പമായിരുന്നതിനാൽ നിർമ്മാണത്തിനിടെ മാർഗനിർദ്ദേശം നൽകാനൊന്നും ആരും ഉണ്ടായിരുന്നില്ല. അങ്ങനെ 46 ദിവസം കൊണ്ട് നിർമ്മാണം ആക്കാനായിട്ട് സാധിക്കുകയും ചെയ്തു. 6 മാസം ശരിക്കും സമയം അനുവദിച്ച് കിട്ടി. എന്നാൽ ദക്ഷിണ റെയിൽവേ ജനറൽ മാനേജറായിരുന്ന BC ഗാംഗുലി നിർദ്ദേശിച്ചത് 3 മാസം കൊണ്ട് പണി പൂർത്തിയാക്കണമെന്നാണ്. അപ്പം ഏറെ റിസ്ക് എടുത്ത് വേണം പണിയാൻ. ഏതാണ്ട് 2000-ഓളം തൊഴിലാളികൾ നിർമ്മാണത്തിനായിട്ട് അവിടെ പ്രവർത്തിച്ചു. നിർമ്മാണ സമയത്ത് ആർക്കും അപകടമുണ്ടാകരുതെന്ന് പ്രാർത്ഥിച്ചു. അതൊന്നും തന്നെ സംഭവിച്ചില്ല. എന്തായാലും വലിയ വിശ്വാസിയായിരുന്ന BC ഗാംഗുലി 6 മാസം കാത്തിരിക്കാൻ പറ്റില്ലെന്നും അമ്മയും കൊണ്ട് 3 മാസത്തിനകം രാമേശ്വരത്ത് പോകണമെന്നും അദ്ദേഹം പറഞ്ഞു. അങ്ങനെ 3 മാസത്തിനകം പൂർത്തിയാക്കാൻ ഉദ്ദേശിച്ച് ജോലി തുടങ്ങിയും വെറും 46 ദിവസം കൊണ്ട് പാമ്പൻ പാലത്തിൻ്റെ പണി പൂർത്തിയാക്കുകയും ചെയ്തു. അപ്പോൾ ഈ പാമ്പൻ പാലമാണ് ഇന്ന് ഇവിടെ തുറന്നു കൊടുക്കുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീൽ ഉപയോഗിച്ച് നിർമ്മിച്ച പാലത്തിൻ്റെ ഗർഡറുകൾക്ക് ഹൈ ഗ്രേഡ് പെയിൻ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് കടൽക്കാറ്റിൽ പാലം തുരുമ്പ് പിടിക്കില്ല. ഇനി കാറ്റിൻ്റെ വേഗം 55 കിലോമീറ്ററിൽ കൂടുതലായാൽ ഈ പാലം പ്രവർത്തിപ്പിക്കാൻ സാധിക്കില്ല. സ്വാഭാവികമായും കടലിൽ നിന്ന് ശക്തമായ കാറ്റുണ്ടാകും. ചിലപ്പോഴൊക്കെ മഴ സമയത്തൊക്കെ നമുക്ക് പ്രവചിക്കാൻ കഴിയാത്ത രീതിയിൽ കാലാവസ്ഥ മാറുകയും ചെയ്യും. 75 കിലോമീറ്റർ വേഗത്തിൽ ഇവിടെ ഇപ്പോൾ തീവണ്ടി ഓടിക്കാൻ പറ്റും. അതാണ് ഇപ്പോഴത്തെ പ്രത്യേകത. പണ്ട് 10 കിലോമീറ്റർ വേഗത്തിൽ അതിലെ കൂടെ തീവണ്ടി ഓടിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ രാജ്യത്തെ ആദ്യ വെർട്ടിക്കൽ കടൽപ്പാലത്തിലൂടെ ഇന്ന് ഗതാഗതം ആരംഭിക്കുമ്പോൾ നരേന്ദ്രമോദിക്ക്, ഇന്ത്യക്ക്, നമുക്ക് ഓരോരുത്തർക്കും അഭിമാനിക്കാൻ കഴിയാവുന്ന ഒരു നേട്ടം തന്നെയാണ്.
മാത്രമല്ല 2019 നിർമ്മാണം ആരംഭിച്ച് 2022 ഇത് പൂർത്തീകരിക്കുകയും ചെയ്തിരുന്നു. 2 റെയിൽവേ പാതകൾ ഘടിപ്പിക്കാൻ കഴിയുന്ന രീതിയിലാണ് പാലം നിർമ്മിച്ചിട്ടുള്ളത്. ഒരു റെയിൽവേ പാത മാത്രമാണ് നിലവിൽ നിർമ്മിച്ചത്. അത് ഭാവിയെ കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ നിർമ്മാണം. 2.08 കിലോമീറ്റർ, ഇതാണ് ഇതിൻ്റെ മൊത്തം നീളം എന്ന് പറയുന്നത്. ഇതിനു വേണ്ടിയിട്ട് 99 തൂണുകൾ സ്ഥാപിച്ചു. മൊത്തം 535 കോടി രൂപയാണ് ചെലവിട്ടിരിക്കുന്നത്. സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം നോക്കുകയാണെങ്കിൽ 22 മീറ്റർ. പഴയ പാലത്തിന് 1.5 മീറ്റർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പാലത്തിന് 100 വർഷത്തെ ആയുസാണ് എഞ്ചിനീയർമാർ നൽകിയിരിക്കുന്നത്. അതായത് പഴയ കാലത്തിനനുസരിച്ചല്ല, പുതിയ ടെക്നോളജിയൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഇപ്പോൾ ഈ പാലം നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ അതിവേഗ തീവണ്ടികളാണ് ഇപ്പോൾ രാജ്യത്ത് ഉടനീളം ഓടുന്നത്. അതുകൊണ്ട് തന്നെ പാമ്പൻ പാലത്തിലൂടെയും അത്തരം തീവണ്ടികളായിരിക്കും ഓടുക. അപ്പം പുതിയ പാലവും വളരെ നല്ലതാണെന്ന് ഈ ശ്രീധരൻ പറയുന്നുണ്ട്. കാരണം പുതിയ പാലം യാഥാർത്ഥ്യമാകുമ്പോൾ ഏറെ സന്തോഷമാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഓടുന്നതെല്ലാം ഹെവി ട്രെയിനുകളല്ല ആണ്. അതുകൊണ്ട് തന്നെ പുതിയ പാലം അത്യാവശ്യമാണ്. പഴയ പാലത്തിൽ ഉണ്ടായിരുന്നതുപോലെ കപ്പലുകൾക്ക് പോകാനുള്ള സൗകര്യവുമുണ്ട്. പുതിയ പാലം ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് പ്രത്യേക ക്ഷണമുണ്ടെങ്കിലും യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഈ ശ്രീധരൻ പോകുന്നില്ല. അപ്പം ശ്രീധരൻ അവിടെ പോകണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് കപ്പലുകൾ, ബോട്ടുകൾ എന്നിവ വരുമ്പോൾ പാമ്പൻ പാലത്തിലുള്ള 72.5 മീറ്ററുള്ള നാവിഗേഷൻ സ്പാൻ പാലത്തിൽ നിന്ന് 17 മീറ്റർ ലംബമായി ഉയർത്താൻ കഴിയും. സ്പാൻ ഉയർത്താൻ വേണ്ടുന്ന സമയം ആകെ 5 മിനിറ്റാണ്. അപ്പോൾ ഇത്തരത്തിൽ പുതിയ പാലം പ്രധാനമന്ത്രി തുറന്നു കൊടുക്കുന്നു. മാത്രമല്ല, ഇത് കഴിഞ്ഞിട്ട് മോദി രാമേശ്വരം ക്ഷേത്രത്തിൽ സന്ദർശനം നടക്കും. അപ്പോൾ പാലം തുറന്ന ശേഷം ആദ്യത്തെ രാമേശ്വരം താമ്പരം ട്രെയിൻ സർവീസ് പ്രധാനമന്ത്രി ഫ്ലാഗ് ഓഫ് ചെയ്യും. പാലത്തിൻ്റെ പ്രവർത്തനം വീക്ഷിക്കാൻ വെർട്ടിക്കൽ ലിഫ്റ്റ് സ്പാൻ വരുമ്പോൾ ഒരു കോസ്റ്റ് ഗാർഡ് കപ്പലും അദ്ദേഹം ഫ്ലാഗ് ഓഫ് ചെയ്യും. അപ്പോൾ മൊത്തത്തിൽ ഒരു ഉത്സവ അന്തരീക്ഷമാണ് അവിടെ സൃഷ്ടിക്കപ്പെടുന്നത്. അപ്പോൾ ഓരോ ഭാരതീയനും അഭിമാനിക്കാവുന്ന ഒരു പ്രവർത്തനമാണെന്ന് നമുക്ക് പറയാം. സമുദ്രനിരപ്പിൽ നിന്ന് 6 മീറ്റർ ഉയരത്തിൽ പാക് കടലിടുക്കിന് മുകളിലൂടെ 2.08 കിലോമീറ്റർ നീളത്തിലാണ് ഈ പാലം നിർമ്മിച്ചിരിക്കുന്നത്. വലിയ കപ്പലുകൾക്കും റെയിൽവേ സർവീസുകളെ തടസ്സപ്പെടുത്താതെ അടിയിലൂടെ കടന്നു പോകാവുന്ന തരത്തിലാണ് പാലം. 1914 ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണകാലത്തായിരുന്നു പഴയ പാമ്പൻ പാലം നിർമ്മിച്ചത്. എന്നാൽ അതിൽ നിന്നൊക്കെ മോസ്റ്റ് മോഡേൺ ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ് പുതിയ പാമ്പൻ പാലം നിർമ്മിച്ചിരിക്കുന്നത്. പുതിയ പാലത്തിൽ 72.5 മീറ്റർ നാവിഗേഷൻ സ്പാൻ ഉള്ളതിനാൽ 17 മീറ്റർ ലംബമായി ഉയർത്താൻ കഴിയും. അതാണ് ലോകത്തിന് മുന്നിൽ തന്നെ നമ്മൾ കാണിക്കാൻ പോകുന്ന എഞ്ചിനീയറിംഗ് വിസ്മയം എന്ന് പറയുന്നത്. അതായത് വലിയ കപ്പലുകൾ വന്നാൽ പോലും ഗതാഗതം സുഗമമായി നടക്കും. ഇതോടൊപ്പം ഭാവിയിലേക്കുള്ള ആവശ്യങ്ങൾ കൂടി കണക്കിലെടുത്ത് ഇരട്ട റെയിൽവേ ട്രാക്കുകളുള്ള പാമ്പൻ പാലം നിർമ്മിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പം ഉദ്ഘാടന ചടങ്ങിൽ ഇപ്പം തമിഴ്നാട് മുഖ്യമന്ത്രിയായ സ്റ്റാലിൻ വരും, ഗവർണർ NRN രവി വരും, കേന്ദ്ര റെയിൽവേ മന്ത്രിയായ അശ്വിനി വൈഷ്ണവ് വരും, തമിഴ്നാട് MP-മാർ, മന്ത്രിമാരെല്ലാം തന്നെ വരും. അപ്പോൾ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ രാമേശ്വരത്തേക്ക് എത്തുന്നത്. അപ്പോൾ എത്രയൊക്കെ വെല്ലുവിളികൾ ഉണ്ടായാലും അതിനെയൊക്കെ അതിജീവിക്കാൻ നമുക്ക് കഴിയും എന്നതിൻ്റെ വ്യക്തമായ ഉദാഹരണമാണ്. അപ്പം പഴമയുടെ ചരിത്രം പേറുന്ന ഈ പാമ്പൻ പാലം ഇപ്പോൾ പുതിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പുതിയ തലമുറയ്ക്ക് മുന്നിൽ അവതരിപ്പിക്കുകയാണ്. 100 വർഷമാണ് ഇതിൻ്റെ ഒരു ആയുസ് എന്ന് കരുതപ്പെടുന്നത്. അപ്പം ശക്തമായ കാറ്റുണ്ടെങ്കിൽ പോലും പ്രതിരോധിക്കാൻ കഴിയും. ആകെയുള്ള പ്രശ്നം 55 കിലോമീറ്റർ കൂടുതൽ വേഗത്തിൽ കാറ്റടിച്ചാൽ ഈ ട്രെയിനിൻ്റെ ഗതാഗതം കുറച്ച് നേരത്തേക്ക് നിർത്തിവെക്കേണ്ടി വരും. ഇതൊഴിച്ച് ബാക്കി കുഴപ്പമൊന്നുമില്ല. ഇനി വലിയ ബോട്ടോ കപ്പലോ എന്ത് വന്നാലും 72.5 മീറ്റർ ഉയരമുള്ള നാവിഗേഷൻ പാലത്തിൽ നിന്ന് ഈ 17 മീറ്റർ ലംബമായിട്ട് ഇത് ഉയർത്താൻ സാധിക്കും. അപ്പോൾ അടിയിലൂടെ കപ്പൽ, ബോട്ട് എന്ത് വേണമെങ്കിലും പോകും. ഇപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുമ്പോൾ തന്നെ ഒരു ബോട്ട്, അതായത് ഇവരുടെ ഒരു കപ്പൽ, അതായത് നമ്മുടെ സൈന്യത്തിൻ്റെ ഒരു കപ്പൽ ഇതിൻ്റെ അടിയിലൂടെ പോകും. അപ്പം ഇങ്ങനെ കപ്പൽ പോകുന്നു. രാമേശ്വരത്തു നിന്നും താമ്പരത്തേക്കുള്ള പുതിയ തീവണ്ടിയുടെ സർവീസ് ഉദ്ഘാടനം ചെയ്യുന്നു. അങ്ങനെ ഇതെല്ലാം കൂടെ ചേർത്ത് പറഞ്ഞാൽ ഒരു ചരിത്ര സംഭവമായി മാറാൻ പോവുകയാണ് ഈ പുതുപ്പെരുമയിൽ പാമ്പൻ പാലം എന്നാണ് ഈ വാർത്തകളിൽ നമുക്ക് മനസ്സിലാകുന്നത്. മാതൃഭൂമിയിലും അതുപോലെ ദേശാഭിമാനിയിലുമൊക്കെ വലിയ വാർത്തയായിട്ട് തന്നെ ഇത് കൊടുത്തിട്ടുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.